മടിയൻകൂലം ക്ഷേത്രത്തിൽ നടക്കുന്ന കലശത്തിനായുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് കോലധാരികളും ആചാരസ്ഥാനികരും. ഒരു കളിയാട്ടക്കാലത്തിന് പരിസമാപ്തി കുറിക്കുന്ന ചടങ്ങുകൾ കാണുന്നതിന് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് വിശ്വാസികളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുക. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kuttiyadi. ദേവസ്ഥാനങ്ങളിലും തറവാടുകളിലും കാവുകളിലുമുള്ള തെയ്യാട്ടക്കാലത്തിന് സമാപനം കുറിച്ചുള്ള മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രം കലശോത്സവം വെള്ളി ശനി ദിവസങ്ങളിലായി നടക്കുകയാണ്. ഇതിന്റെ അവസാനഘട്ട തയ്യാറെടുപ്പിലാണ് കോലധാരികളും ആചാരസ്ഥാനികരും. ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന പുറത്തെ കലശത്തിൽ കാളരാത്രിയമ്മ, ക്ഷേത്രപാലകൻ, നടയിൽ ഭഗവതി എന്നീ തെയ്യങ്ങൾ ഒരേ സമയം ക്ഷേത്രത്തെ വലം വയ്ക്കും. സ്വരൂപത്തിനധികം മടിയൻ ക്ഷേത്രപാലകന്റെ വിനോദത്തിനകത്ത് വിദേശത്തിനകത്ത് കലശമഹോത്സവമാകും. തുലാമാസം 11 കളിയാട്ടം ആരംഭിച്ചാൽ ഏറ്റവും അവസാനം ഇടവമാസം കലശത്തോടെയാണ് നമുക്ക് സമാപനം. ഇന്ന് നാളെയായിട്ടാണ് കലശമഹോത്സവം കൊണ്ടാടുന്നത്. പ്രധാനമായും 3 കോലങ്ങളാണ് കലശമഹോത്സവത്തിൽ കെട്ടിയാടപ്പെടുന്നത്. അതിൽ പ്രധാനമായി മടിയൻ കാളരാത്രി അത് കെട്ടിയാടുന്നത് കുമാരകർണമുട്ടിയും, മടിയൻ ക്ഷേത്രപാലം കെട്ടുന്നത് മടിയൻ ചിങ്കവും, നടയിൽ ഭഗവതി കെട്ടുന്നത് മടിയൻ കുഞ്ഞിരാമപുല്ലൂരിനാണ്. പനത്തടിയിലെ കുമാരൻ കാർന്നോർത്തി, കിഴക്കുംകര ചെരിച്ചിലിലെ ഷൈബു ചിങ്കം, മടിക്കയിലെ കുഞ്ഞിരാമൻ പുല്ലൂരാൻ എന്നിവർക്കാണ് യഥാക്രമം കോലമണിയാനുള്ള അവകാശം. അടോട്ട് മൂത്തേടത്ത് കുതിര്, പെരളം വയൽക്കളരി, കിഴക്കുംകര കളരി, മടിക്കൈ പെരിയങ്കോട്ട് കളരി എന്നിവിടങ്ങളിൽ നിന്ന് 6 കലശങ്ങളുടെ എഴുന്നള്ളിപ്പും പുറത്തെ കലശത്തിൽ നടക്കും. ഇതോടൊപ്പം മാണിക്കോത്ത് പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള മീൻകോവ സമർപ്പണവുമുണ്ടാകും. ഈ തെയ്യം ആകുന്നതോടുകൂടെ ഓരോരോ കുതിരിലെ കലശങ്ങളും ഇതിനോടൊപ്പം അനുബന്ധിച്ച് പ്രദക്ഷിണം വരും. അതുപോലെ തന്നെ പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് മീൻകോവ കാഴ്ചയും ഇതിൻ്റെ കലശത്തിൻ്റെ പ്രധാന ചടങ്ങ് ഭാഗമായി അവിടെ അത് നടത്തപ്പെടുന്നു. സമാപന ദിവസങ്ങളിൽ നിരവധി ആചാരാനുഷ്ഠാന ചടങ്ങുകളാണ് ക്ഷേത്രത്തിൽ നടക്കുക. ഒരു കളിയാട്ടക്കാലത്തിനു കൂടി പരിസമാപ്തി കുറിക്കുന്ന ചടങ്ങുകൾ കാണുന്നതിന് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.